നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വന്നവരുടെ ക്രൂരതകളിൽ നിന്നും രക്ഷ തേടുന്ന, പലായനം ചെയ്യുന്ന ജനങ്ങളുടെ ദയനീയ ചിത്രമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നൊന്തുപെറ്റ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ അവരെ മറ്റ് രാജ്യങ്ങളിലെ സൈനികർക്ക് കൈമാറുന്ന അമ്മമാർ, സ്വന്തം ജീവനും കൊണ്ട് പലായനം ചെയ്യുന്നതിനിടെ തീവ്രവാദികളുടെ വെടിയേറ്റ് വീഴുന്ന മനുഷ്യജന്മങ്ങൾ. സിറിയയിലും ഇറാഖിനും ശേഷം എന്തുകൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അതിക്രമങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് അവിടെ നിന്നും അഭയാർത്ഥികളായി മുസ്ലിം ജനത അവർ ന്യൂനപക്ഷമായ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു? 2004 സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ. അഭിനേതാക്കൾ വ്യത്യസ്തമെങ്കിലും തിരക്കഥ ഒന്ന് തന്നെ. ഈ തിരക്കഥയുടെ പിന്നിലെ ഗൂഢാലോചന എന്താണ്? ഈ സാഹചര്യത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പലായനം ചെയ്യുന്നവർ തീവ്രവാദികളോ സാധാരണ ജനങ്ങളോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു CBC ലേറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ഷെവലിയർ VC സെബാസ്റ്റ്യൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ എഡിസൺ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് കുമ്പളവേലിൽ ജർമ്മനിയിൽ നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, നമുക്കറിയാം കരുണ ആവശ്യം തന്നെയാണ്. അതുപോലത്തെ കാഴ്ചകളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2014 ആ കാലഘട്ടത്തിൽ സിറിയയിലും ഇറാഖിലും സംഭവിച്ചവ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അഭയാർത്ഥി പ്രവാഹത്തോട് കുറെ കൂടി വിവേചനത്തോടെ, വിവേകത്തോടെ നാം സമീപിക്കേണ്ടതല്ലേ ശ്രീ VC സെബാസ്റ്റ്യൻ? പ്രിയപ്പെട്ട ജോർജി, ഏറെ സന്തോഷത്തോടെ പറയട്ടെ, ഏതാണ്ട് 1 വർഷം മുമ്പ് ഷെക്കേന ചാനൽ അഭയാർത്ഥി പലായനത്തെ കുറിച്ചുള്ള ഒരു ബിഗ് ഡിബേറ്റ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്ന് പങ്കുചേരാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് പങ്കുവെച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പലായനത്തിന്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അതിന്റെ പാത ഏറെ ദുർഘടം പിടിച്ചൊരു പാതയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വേദനകളും നൊമ്പരങ്ങളും ആയിരങ്ങളുടെ നിലവിളികളുമാണ്. സ്വന്തം വീട്ടിൽ നിന്നും പിറന്നു വീണ മണ്ണിൽ നിന്നുമുള്ള ഒരു പലായനം. കുടുംബം, ഭാര്യ, മക്കൾ, ഭർത്താവ് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. കുടുംബാംഗങ്ങൾ വെടിയേറ്റ് തെരുവിൽ മരിച്ചു വീഴുന്ന അതിക്രൂരവും പൈശാചികവുമായ സാഹചര്യം. ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് രൂപപ്പെടുന്ന പലായനം, അഭയാർത്ഥി പ്രവാഹം സാധാരണ മനുഷ്യരുടേതാണോ ഭീകര പ്രവർത്തകരുടേതാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നും മാത്രമേ നമുക്ക് കണ്ടെത്തുവാനും പറയുവാനും സാധിക്കുകയുള്ളൂ. അഭയാർത്ഥി പലായനത്തെയും അഭയാർത്ഥി പ്രവാഹത്തെയും കുടിയേറ്റത്തെയും അതിന്റെ ഭീകര സ്വഭാവത്തെയും 3 തലങ്ങളിൽ നിന്ന് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അഭയാർത്ഥികൾ എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്നവരെ കാണാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഇവിടെ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് ആഗോള തലത്തിലുള്ള അഭയാർത്ഥി സംബന്ധിതമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഓരോ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമാണ്. പ്രധാനമായിട്ടും 4-5 തലങ്ങളിലൂടെയാണ് അഭയാർത്ഥികൾ രൂപപ്പെട്ടു വരുന്നത്. അത് ഒരു രാജ്യത്തുണ്ടാകുന്ന മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിക്ഷോഭങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന യാതനകളിൽ നിന്നും ഉള്ള അഭയാർത്ഥി പ്രവാഹം. മറ്റൊന്ന് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക തകർച്ചയുടെ ഫലമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം. 3ാമത് ആഭ്യന്തര കലാപം, രാഷ്ട്രീയ കലാപം, അധികാര തർക്കം, ഇതിന്റെ പേരിൽ ഉടലെടുത്തിട്ടുള്ള കലാപങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹം. 4ാമതായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര യുദ്ധത്തിന്റെ പേരിൽ
ഒരു രാജ്യത്ത് ഉടലെടുക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അഭയാർത്ഥി പലായനം. പക്ഷേ ഈ 4 കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന അതിഭീകരമായ ഒന്നാണ് ഭീകര പ്രവർത്തനങ്ങളുടെ പേരിലുള്ള അഭയാർത്ഥി പലായനം. ആ അഭയാർത്ഥി പലായനത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അരങ്ങേറിയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ സിറിയയിലും അരങ്ങേറിയതും ഇറാഖിൽ അരങ്ങേറിയതുമൊക്കെ. ഈ അഭയാർത്ഥി പ്രഭാഗത്തിൽ ചില കണക്കുകൾ കൂടി ഒന്ന് കാണുന്നത് ആദ്യ ഭാഗത്ത് ഒരുപക്ഷെ നല്ലതായിരിക്കും. ലോക ജനസംഖ്യ ഏതാണ്ട് 788 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. 69 ദശലക്ഷം അഭയാർത്ഥികളാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റിഫ്യൂജീസിന്റെ, അതായത് UNHCRന്റെ കണക്ക് പ്രകാരമുള്ളത്. ഈ അഭയാർത്ഥികളുടെ പുനരധിവാസവും ക്ഷേമവും ചികിത്സയും വിദ്യാഭ്യാസവും ഒക്കെ നിയന്ത്രിക്കുന്നത് ആഗോളതലത്തിലുള്ള ചില കരാറുകളുടെ അടിസ്ഥാനത്തിലാണ്, ചില എഗ്രിമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്ത് താലിബാൻ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം അഴിച്ചുവിട്ട കലാപത്തിന്റെ പേരിൽ രൂപപ്പെടുന്ന അഭയാർത്ഥി പലായനത്തിൽ സാധാരണക്കാരി ജനങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുണ്ടോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ 2 കൂട്ടരുമുണ്ട് എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക ആഗോള അജണ്ടയുമുണ്ട്. ആ അജണ്ടയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നടന്ന, ഇറാഖ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം. ആ യൂറോപ്യൻ അഭയാർത്ഥി പ്രവാഹത്തിന്റെ ബാക്കി പത്രമാണ് ഇറ്റലിയിലും സ്വീഡനിലും UK-യിലും ജർമ്മനിയിലുമൊക്കെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണയോടെ സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു സമൂഹം സ്വീകരിച്ചു. അഭയാർത്ഥികൾക്ക് സ്വാഗതമേകിയ ആ ആളുകളെ തന്നെ, ആ രാജ്യക്കാരെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ അഭയാർത്ഥി പലായനത്തിന്റെ പേരിൽ രൂപപ്പെട്ടു വന്നിരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പലായനത്തിന്റെ പിന്നിൽ ആ അജണ്ട തന്നെ വർക്ക് ചെയ്യും, പ്രവർത്തിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ശ്രീ, ഞാൻ തിരിച്ചു വരാം. ശ്രീ VC സെബാസ്റ്റ്യൻ. ശ്രീ ജോസ് കുമ്പളവേലിൽ, നേരത്തെ നമ്മൾ ചർച്ചയിൽ ഉന്നയിച്ചു ഈ 2014 സിറിയയിലെ ഉണ്ടായ IS അധിനിവേശത്തിന് ശേഷം യൂറോപ്പിലേക്ക് ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി. നമുക്കറിയാം, യൂറോപ്പ് ഇരുകൈയും നീട്ടി അവരെ സ്വീകരിച്ചു, അവർക്ക് അലവൻസുകൾ കൊടുക്കുന്നു, മക്കൾക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നിലവിൽ ഈ യൂറോപ്പിൽ ഈ അഭയാർത്ഥികളുടെ അവസ്ഥ എന്താണ്? അവർ സൃഷ്ടിക്കുന്ന, ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ശ്രീ ജോസ് കുമ്പളവേലിൽ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഷെക്കിന TVയുടെ ഈ ഒരു ബിഗ് ഡിബേറ്റിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, പ്രത്യേകിച്ച് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ കുടിയേറ്റ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ജർമ്മനിയിലിരുന്ന് ഇങ്ങനെ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു. ഇനിയിപ്പം ചോദ്യത്തിലേക്ക് വരാം. 2014 കാലഘട്ടത്തിൽ സിറിയയിലെ ISന്റെ ക്രൂരതയും അതുപോലെ തന്നെ അവിടെ ജീവിക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വന്തം ജീവനും സ്വന്തം കുടുംബത്തെയും സ്വന്തം കൂട്ടക്കാരെയും കുടുംബക്കാരെയും ഒക്കെ ഒഴിപ്പിച്ചുകൊണ്ട് യൂറോപ്പിനെ ലക്ഷ്യമാക്കി പലായനം ചെയ്തവരുടെ എണ്ണം ജർമ്മനി മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അന്നത്തെ അനൗദ്യോഗിക കണക്ക് 2 മില്യൺ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ആദരണീയയായ ചാൻസലർ അംഗല മെർക്കൽ അവരുടെ ഒരു വിശാല മനസ്കതയിൽ ഊന്നിയ ഒരു വരവേൽപ്പ്, അല്ലെ ഒരു സ്വീകാര്യത, ഒടുവിൽ രാജ്യത്തിന് തന്നെ, അവർക്ക് തന്നെ ഒരു വലിയ മനസാക്ഷി കുത്തുണ്ടാക്കിയ ഒരു നടപടിയായി. കാരണം ഇവിടെ സ്വൈര്യമായിട്ട് ജീവിച്ചിരുന്ന, അത് വിദേശികളോ സ്വദേശികളോ ഒന്നും ഒരു റേസിസം കാണിക്കില്ലാത്ത ഒരു രാജ്യത്തേക്ക് ബഹളത്തിൽ നിന്ന്, അല്ലെ സ്വന്തം ജീവൻ അല്ലെ ജീവിതവും കൊണ്ട് ഓടിയ ആൾക്കാരെ ഇവർ സ്വീകരിച്ച് കഴിഞ്ഞ്, അപ്പം അനൗദ്യോഗികമായിട്ട് 2 മില്യൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പിന്നീട് അത് കണക്കുകൾ കൊണ്ട് 1 മില്യൺ കവിഞ്ഞു. ഏതാണ്ട് 11 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ജർമ്മനിയിൽ
അന്ന് വന്ന് ഇങ്ങനെ കുടിയേറുകയല്ല, ഓടി വന്ന് കയറുകയായിരുന്നു. അപ്പൊ അതിന് ആദ്യം ജർമ്മനി മാതൃക കാണിച്ചു, പിന്നീട് യൂറോപ്യൻ യൂണിയൻ ഇരു കൈയും നീട്ടി അവരെ സ്വീകരിച്ചു. പിന്നെ ജോർജ് പറഞ്ഞതുപോലെ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും, ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തത് ജർമ്മനി തന്നെ. ജർമ്മനിയുടെ ബൃഹത്തായ സാമ്പത്തിക ഘടന ഉള്ളത് കൊണ്ട് തന്നെ ജർമ്മനിക്ക് അതിന് കഴിഞ്ഞു. ഇവർക്ക് ചെല്ലും ചെലവും എല്ലാം കൊടുത്ത് സൗഭാഗ്യങ്ങളുടെ ഒരു പറുദീസ തന്നെ അവർക്ക് നൽകി ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജനം, ഇവിടുത്തെ സ്വന്തം പൗരന്മാരുടെ ജനത്തിൻ്റെ ആ ഒരു മൗനഭാഷ ശരിക്കും അതിന് എതിരായിട്ട് മാറി. അതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നു കയറിയ ജനങ്ങള്, അത് നമ്മളും കരുണയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഇവിടെ അലോരസമുണ്ടാക്കി, ഇവിടുത്തെ അശാന്തി വിടർത്തി. അതിന് ഏറ്റവും ഉദാഹരണം 2015 സിൽവസ്റ്റർ നൈറ്റ്. അതൊരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയുടെ മനസാക്ഷിക്ക് ഏറ്റവും കളങ്കം വന്ന, ജർമ്മനിയുടെ ആ ഒരു ചിത്രത്തിന് കരിവോയിൽ തേച്ച മാതിരി ഉണ്ടായ ഒരു ഭയങ്കര സംഭവമായിട്ട് ഞാൻ ഈ താമസിക്കുന്ന കൊളോൺ പട്ടണത്തിലാണ് അതുണ്ടായത്. രാത്രി സിൽവസ്റ്റർ നൈറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനി മൊത്തം അടിച്ച് തകർത്ത്, അതായത് ആഹ്ലാദം കൊണ്ട്, സന്തോഷം കൊണ്ട് യുവജനങ്ങളായാലും വലിയവരായാലും കുഞ്ഞുകുട്ടി എല്ലാം തന്നെ ഒരു വലിയ വരവേൽപ്പിന്റെ, പുതുവർഷത്തെ വരവേൽക്കുന്നതിന്റെ ആഹ്ലാദത്തിൽ പങ്കുചേരാനായിട്ട് ഒത്തുചേരലുകൾ ചെറുതായാലും വലുതായാലും നഗരങ്ങളിലൊക്കെയും വീടുകളിലൊക്കെയും ഉള്ള ഒരു രാജ്യമാണ്, ഒരു പാരമ്പര്യമാണ് അത് തന്നെ. സിൽവസ്റ്റർ ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം, ആദ്യത്തെ ആ ഒരു ഞാൻ ഫെബ്രുവരിയിൽ വന്നു. ആ വർഷത്തെ സിൽവസ്റ്റർ ഞാൻ നേരിട്ട് അനുഭവിച്ചു. അപ്പം എനിക്ക് തന്നെ ഒരു പുതുമയായിരുന്നു. അപ്പൊ ആ പുതുമ അന്നും ഇന്നും നമ്മളത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ 2016 നമ്മൾ പോലും മറക്കില്ല. അത്രമാത്രം ഹീനവും പൈശാചികവുമായ, ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു നാടകം ഇവിടെ അരങ്ങേറി. അഭയാർത്ഥികളായിരുന്നോ ഈ ഒരു പ്രശ്നത്തിന് പിന്നിൽ? അഭയാർത്ഥികളായിരുന്നു. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിന്റെ പിന്നിൽ സിറിയയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഈ 11 ലക്ഷത്തിൽ എത്തിയിട്ടുള്ള 1000-ലധികം പേരുണ്ടായിരുന്നു. ഇവർ തന്നെ നേരത്തെ എഴുതി തയ്യാറാക്കിയ ആ പദ്ധതി അനുസരിച്ച് പല ഗ്രൂപ്പുകളായി പല സ്ഥലത്ത് നിന്ന് ഇവിടെ ചേക്കേറി രാത്രിയിൽ. അപ്പം പോലീസും അതിനോടനുബന്ധിച്ച് നഗരത്തിന്റെ എല്ലാ നിയന്ത്രണ കാര്യാലയത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും ഇത് ഇങ്ങനെ ഒരു സംഭവം ഈ ജർമ്മനിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് അത്ര പ്രീകോഷനായിട്ട് അതിനെ പെട്ടെന്നൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഇവിടെ വന്നു കയറിയ പ്രായം ഭേദമന്യേ വന്ന യുവതികളെ, സ്ത്രീകളെ ബലാത്കാരം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ മേലാത്ത അവസ്ഥ അവിടെ ഉണ്ടാക്കി വെച്ചു. രാത്രി മുഴുവൻ അതാണ്. അതെല്ലാം തന്നെ 20-നും 35-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്, സിറിയൻ യുവാക്കള്. ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ റെഫ്യൂജിയുടെ ആ ഒരു ലേബലിൽ പോയി. പിന്നീട് അതിനെപ്പറ്റി ഇവിടെ അവലോകനം നടന്നു. ഇവിടുത്തെ പോലീസിന്റെ വലിയ മേലധികാരിയെ എല്ലാം മാറ്റി. ഇതെല്ലാം തന്നെ അവരുടെ കഴിവുകേടായിട്ട് സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ കണ്ടു. അതിന് മെർക്കൽ ലോകത്തോടായിട്ട് മാപ്പ് പറഞ്ഞ രീതിയിൽ ഖേദം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇതൊരനുഭവമാണ്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 2 മില്യൺ വന്നു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വന്ന ആൾക്കാരുടെ ആ ഒരു സുനാമി പോലെ ഉള്ള വേലിയേറ്റത്തിൽ ചാൻസലർ മെർക്കൽ തന്നെ ഞാൻ തെറ്റ് ചെയ്തു, അത് ചെയ്യരുതായിരുന്നു എന്ന് ജർമ്മനിയിലെ ജനതയോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ അഭയാർത്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കണം കാരുണ്യം. നമ്മളൊക്കെ ക്രിസ്തുവിന്റെ പാത പിന്തുടരുമ്പോൾ കാരുണ്യമാണ് നമ്മുടെ ആ ഒരു മുഖമുദ്രയായിട്ട് നിൽക്കുന്നത്. എങ്കിൽ പോലും ചെയ്തികൾ അതിനെതിരായി കഴിയുമ്പോൾ മനുഷ്യന്റെ ശാന്തതയ്ക്കും മനുഷ്യന്റെ സ്വയം
ജീവിതത്തിലേക്ക്, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നുകയറ്റമാകുമ്പോൾ അതൊരിക്കലും കാരുണ്യത്തിന്റെ ലെവലിൽ പതിക്കാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ശ്രീ എഡിസൺ, ആദ്യം ശ്രീ വി സി സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഈ അഭയാർത്ഥികളുടെ ഇടയിൽ സാധാരണ ജനങ്ങളും തീവ്രവാദികളുമുണ്ട്. അതിനുശേഷം ശ്രീ ജോസ് കുമ്പളവേലിൽ സൂചിപ്പിച്ചു, അഭയാർത്ഥികൾ ജർമ്മനിയിൽ സൃഷ്ടിച്ച ഒരു സംഭവം ഉദാഹരണ സഹിതം വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ നാം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയല്ല, ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ അവിടുത്തെ അതിക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്നും ജനങ്ങൾ, മുസ്ലിം ജനത ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ വരുന്നു. ഒരു ഇസ്ലാമിക അധിനിവേശം ഈ ഒരു അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നിലുണ്ടെന്ന് നാം സംശയിക്കേണ്ടതല്ലേ ശ്രീ എഡിസൺ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വി സിയും അതുപോലെ ജോസറും പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കപ്പെടാൻ, ഈ മനുഷ്യാവകാശ ധ്വംസനം ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ആരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ സംഭവിച്ചേക്കുന്ന കാര്യങ്ങളിൽ ജോസാറ് പറഞ്ഞതുമായി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഇതൊരു പ്രീ പ്ലാൻഡ് അജണ്ട ഉണ്ട് ഇതിനെ പറ്റുന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഈ നമുക്ക് ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒന്ന്. ഈ യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല. എപ്പോഴും യാഥാർത്ഥ്യം നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കണം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതിന്റെ കൂട്ടത്തില് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ 90% ആൾക്കാരും ഒരു 10% ആൾക്കാർ അതിനിടയിലൂടെ നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ നുഴഞ്ഞുകയറ്റമാണ് നമ്മൾ നിർത്തേണ്ടത്. ഈ നുഴഞ്ഞുകയറ്റം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോളിസി അനുസരിച്ച് രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അവർ വീണ്ടും സ്വീകരിക്കും, യാതൊരു സംശയം വേണ്ട. അവരുടെ ഒരു ബലഹീനതയാണ്. ആ ബലഹീനത ഇവിടെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ്. അതാണ് ഇത് 2015 ഇൻസിഡന്റ് വെച്ചുകൊണ്ട് ജോസാറ് പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂനപക്ഷങ്ങളുടെ ലേബലിൽ കടന്നു കയറുകയും അവിടെ വന്നതിന് ശേഷം അവിടെയുള്ള മനുഷ്യന്റെ ശാന്തി നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്ത് കയറിയ ആൾക്കാർ പിന്നീട് ഫ്രാൻസിൽ ഉണ്ടാക്കിയ വിപ്ലവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇന്നും പാരീസിൽ അശാന്തമാണ്, നമുക്കറിയാവുന്നതാണ്. ഇന്നും പാരീസ് വളരെ അശാന്തമാണ്. ഈ അശാന്തമായ ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് എത്തിക്കുന്നത് ചുരുക്കം ചില വ്യക്തികളുടെ അജണ്ടയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അജണ്ട നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലോക പോലീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോലും ഇത് നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ഒരു നിയതമായ ഒരു മാർഗം നമ്മൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു വിപത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ ഡിബേറ്റുകളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു ദിശ അത് തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വ്യക്തമാണ്. ഷെവ്ലിയർ വി സി സെബാസ്റ്റ്യൻ, സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിനിവേശം സംഭവിക്കുന്നു. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തുന്നു. ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. എങ്കിൽ പോലും ഈ അതിക്രമങ്ങളുടെ ഒരു പരിണിത ഫലം എന്നത് ഈ അഭയാർത്ഥി പ്രവാഹമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം അതിക്രമങ്ങൾ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു സൃഷ്ടിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ? തീർച്ചയായിട്ടും ഇതൊരു മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അഭയാർത്ഥി പ്രവാഹം തന്നെയാണ്. അത് എന്തുദ്ദേശത്തോടെയാണ്? ആഗോള ക്രിസ്ത്യാനിറ്റിയെ തന്നെ വെല്ലുവിളിക്കുന്ന കാര്യത്തിന് വേണ്ടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണമല്ല, യാഥാർത്ഥ്യം പറയാം. ഇറാഖിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യസീദി വിഭാഗത്തെ മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തു. അവിടുന്ന് അഭയാർത്ഥികളെ സൃഷ്ടിച്ചു. ഈ അഭയാർത്ഥികൾ ആരെങ്കിലും തൊട്ടടുത്ത രാജ്യമായ കുവൈറ്റിലേക്കോ സൗദി അറേബ്യയിലേക്കോ ഏതെങ്കിലും മറ്റ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കോ പാലായനം ചെയ്തതായിട്ട് നമ്മൾ എവിടെയെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മറ്റേത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും രൂപപ്പെടുന്ന സന്ദർഭങ്ങളിലൊന്നും സമാന ചിന്താഗതികളും സമാന ഭരണങ്ങളുമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കോ മുസ്ലിം രാജ്യങ്ങളിലേക്കുള്ള ഒരു പാലായനം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരെങ്ങോട്ടാണ് പാലായനം ചെയ്യപ്പെടുന്നത്? അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, നോർവേയിലേക്ക്, സ്വീഡനിലേക്ക്,
ഇറ്റലിയിലേക്ക്, ഫ്രാൻസിലേക്ക്, UK-യിലേക്ക്, സ്കോട്ട്ലൻഡിലേക്ക് ക്രിസ്ത്യൻ വലിയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഈ പലായനത്തിന്റെ പിന്നിൽ വലിയ അജണ്ട തന്നെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല. നമുക്ക് എത്രമാത്രം ഉദാഹരണങ്ങളാണ് ഉള്ളത്. ഫ്രാൻസിലെ സാമുവൽ പാറ്റിയെ എന്ന് പറയുന്ന അദ്ദേഹത്തെ വധിച്ചത് ഒരു കുടിയേറ്റക്കാരനായിരുന്നില്ലേ? എന്തായിരുന്നു അതിനുള്ള കാരണം? ചെറിയ കാരണങ്ങൾ. ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥമില്ല എന്ന് കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞ് ഒരു ക്രൂരമായ നടപടിയിലേക്ക് കിടക്കുന്നു. ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. ഇമ്മാനുവൽ മക്രോൺ ആ രാജ്യത്തിന്റെ നിയമമായിട്ട് തന്നെ നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടില്ലേ? 2019 യൂറോപ്പിൽ അഭയാർത്ഥികളിൽ നിന്ന് 577 ക്രൈസ്തവ വിരുദ്ധ അക്രമങ്ങളാണ് ഉണ്ടായത്. ഏത്? അഭയം നൽകിയവരെയാണ് ആക്രമിച്ചത്. പാല് കൊടുത്ത കൈകളിലേക്കാണ് ആഞ്ഞു കൊത്തിയത്. സ്നേഹം നൽകിയവരെയാണ് ആക്രമിച്ചത്, കൊന്നത്. ഇത്രമാത്രം ക്രൂരത പ്രകടിപ്പിക്കുമ്പോൾ ഈ അഭയാർത്ഥി പ്രവാഹം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്നത്തെ കാലത്തുള്ള അഭയാർത്ഥി പ്രവാഹം ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചു. ആദ്യ ഭാഗത്ത് പണ്ട് കാലങ്ങളുണ്ടായിരുന്ന അഭയാർത്ഥി പ്രവാഹങ്ങൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അഭയാർത്ഥി പ്രവാഹം ഭീകര പ്രസ്ഥാനങ്ങളുടെ ആകെയുള്ള തേർവാഴ്ചയുടെ ഭാഗമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. യൂറോപ്പിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ കപ്പലുമായിട്ട് പോയ ആ കപ്പലിലാണ് കഴിഞ്ഞ നാളില് ഇറ്റലി വന്നിറങ്ങിയ ടുണീഷ്യക്കാരൻ ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോയി അവിടുത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കഴുത്തറത്ത് കൊന്നതും 2 പേരെ കുത്തിക്കൊലപ്പെടുത്തിയതും നമ്മൾ കണ്ടതല്ലേ? ഇതാരാണ് നടത്തിയത്? ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു? ഇവിടെയാണ് ഭീകര തീവ്രവാദ അജണ്ടയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ പറയുന്നത്. സ്വീഡനിലേക്ക് പോകാം. സ്വീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും സമാധാനകാംക്ഷികളായ ആൾക്കാർ വസിക്കുന്ന രാജ്യമായിരുന്നു. തടവുകാരില്ല എന്നതിന്റെ പേരിൽ 2014 സ്വീഡനിലെ എല്ലാ ജയിലറകളും പൂട്ടപ്പെട്ടതാണ്. വിശ്വവിഖ്യാതമായ നോബൽ പുരസ്കാരത്തിന്റെ ആസ്ഥാനമാണ് സ്വീഡൻ. ലോക സന്തോഷ സൂചികയിൽ 5ാം സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ് സ്വീഡൻ. അവിടെ ഇതാ മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ബാൾക്കർ പ്രദേശത്തു നിന്നും അഭയാർത്ഥികളായിട്ടുള്ളവർ വന്നു. സ്വീഡന്റെ തെരുവുകള് രക്തരൂക്ഷിത വിപ്ലവം പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിലറയിലേക്ക് ഇടമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അഭയാർത്ഥി അതാത് രാജ്യങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകാതെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് അത് പ്രത്യേക അജണ്ടകൾ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതിന്റെ പേരാണ് മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയും. ജാസ്മിൻ റെവല്യൂഷൻ എന്നാണ് ഇതിന് പറയുന്നത്. തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകളില്, മതപരമായ സ്വാധീനം ഒട്ടുമില്ലാത്ത മേഖലകളിലേക്ക് അഭയാർത്ഥികളെ, നിഷ്കളങ്കരായ ഒരുപറ്റം ആൾക്കാരെ ഉപകരണങ്ങളും മറയുമാക്കി നിർത്തിക്കൊണ്ട് ഭീകര പ്രവർത്തകർ കടന്നു ചെല്ലുന്ന രാജ്യത്ത് അരിഷ്ടാവസ്ഥ സൃഷ്ടിക്കുക മാത്രമല്ല അവരുടെ ഭരണത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരുന്ന വിപ്ലവം, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഇത് നടക്കുന്നത്. അതിന്റെ ചില പതിപ്പുകളൊക്കെ കാബൂളിൽ നിന്നും കാശ്മീരിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ ഭാവിയിൽ രൂപപ്പെട്ടു വരുവാനുള്ള ആശങ്ക നമുക്കും ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വ്യക്തമാണ്. ഈ അഭയാർത്ഥികൾക്കിടയിൽ ഈ തീവ്ര സ്വഭാവമുള്ളവർ നുഴഞ്ഞു കയറുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് എന്നുള്ളൊരു പ്രസക്തമായ ആശയമാണ് ശ്രീ VC സെബാസ്റ്റ്യൻ പങ്കുവച്ചത്. ശ്രീ ജോസ് കുമ്പളവേലിൽ, നേരത്തെ ശ്രീ VC സെബാസ്റ്റ്യൻ ഉന്നയിച്ചതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് സമ്പന്നരായിട്ടുള്ള ഒത്തിരിയേറെ മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് പോലുള്ള രാജ്യങ്ങൾ, പലപ്പോഴും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇത്തരം അഭയാർത്ഥി പ്രവാഹങ്ങൾ സംഭവിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷേ അവർ തങ്ങളുടെ മതത്തിൽപ്പെട്ട വ്യക്തികൾക്ക് അഭയം കൊടുക്കുവാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ ജോസ് കുമ്പളവേൽ. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഈ പറഞ്ഞ 38 മില്യൺ ആളുകൾ താമസിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സാഹചര്യങ്ങൾ തന്നെ എടുത്തു നോക്കുമ്പോൾ, ഇതിനു മുമ്പ് സിറിയയിലെ കാര്യം പറഞ്ഞു, അല്ല ഇറാഖിലെ കാര്യം പറഞ്ഞു, ഇറാനിലെ കാര്യം പറഞ്ഞു, അവിടെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിന് തൊട്ടു ചേർന്ന് കിടക്കുന്ന കുവൈറ്റോ ഖത്തറോ സൗദിയോ
അല്ലെങ്കിൽ അതുപോലത്തെ മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും തന്നെ മുഖം തിരിഞ്ഞു നിന്ന ഒരവസ്ഥയിൽ യൂറോപ്പ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന PC സെബാസ്റ്റ്യൻ സാറും എഡിസൺ സാറും അത് സൂചിപ്പിച്ചു, ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ട എന്ന്. ആ അജണ്ട എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഉള്ള രാജ്യത്തേക്ക് അവരുടേതായിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ, അതിലെ അവരുടെ വിഷയങ്ങൾ പഠിപ്പിച്ചെടുക്കുക, അവിടെ ഒരു ജനതയുടെ ഒരു പെരുപ്പുണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ തന്നെ അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ ഈ നിലവിലെ സ്ഥിതി കഴിഞ്ഞ 21 വർഷത്തോളം അവിടെ സമാധാനവും അവിടുത്തെ ജനത്തിന് ശാന്തിയും നൽകി ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് അമേരിക്കയുടെ മേൽനോട്ടത്തിൽ നാറ്റോയും ജർമ്മനി ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ വേണ്ട മില്യാർഡൻ, അതായത് ബില്യൺ യൂറോസ് ചെലവാക്കി 20 വർഷം അല്ലെ 21 വർഷം മെനക്കെട്ടിട്ടും അവിടെ എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ ആ ജനത്തിന് കിട്ടിയ പൈസ ആരൊക്കെയോ പോക്കറ്റിലാക്കി അല്ലാത്തവർ ജീവിച്ചു. അപ്പൊ അങ്ങനെ അവരെ ചിന്നിച്ചിതറിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ യൂറോപ്യൻ യൂണിയന്റെ അപേക്ഷ, അതായത് അഭയാർത്ഥി അപേക്ഷകൾ കിട്ടിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 5 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് 5,70,000-ഓളം പേരാണ് ലിസ്റ്റ് ചെയ്തതാണത്. അപ്പൊ അതിൽ കൂടുതലുണ്ട് എന്നുള്ളത് വ്യക്തം. ജർമ്മനിയിലാണ് 1,81,000 പേർക്ക് ഇതിനോടകം അഭയം, അതായത് ജർമ്മനിയുടെ കടലാസ് എഴുതി കൈ കൊടുത്തു. ഇതിൽ കുറച്ചു പേരെ തിരിച്ച് അയക്കാൻ തന്നെ തീരുമാനിച്ചുവെങ്കിലും ഈ ഒരു കാരണത്താൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാൽ ഇവരെല്ലാം തന്നെ അത് മരവിപ്പിച്ചു വച്ചിരിക്കുക. അതിനെതിരെ ഓസ്ട്രിയ മാത്രമാണ് ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു അഭയാർത്ഥിയും സ്വീകരിക്കില്ല എന്ന് ഓസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ കുർട്സ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ, അല്ലെ അവരുടേതായിട്ടുള്ള ഒരു കുടിയേറ്റം ഉണ്ടാക്കിയെടുത്ത് അവരുടെ ഒരു ഇപ്പം രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ജനത്തിൽ തന്നെ, ജനങ്ങളുടെ ആ വിശ്വാസത്തിൽ തന്നെ വിഭാഗീയമായ മുൻതൂക്കം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാടുമാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഓരോ റിപ്പോർട്ടുകളിലും വിവിധ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത്. ഒരു കാര്യം കൂടി ശ്രീ ജോസ് കുമ്പളവേലിൽ, നമുക്കറിയാം, അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങൾ അഭയാർത്ഥികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു, ഗ്രീസ് നിലപാടെടുക്കുന്നു. പക്ഷേ ബ്രിട്ടൻ പോലുള്ള യൂറോപ്പിൻ്റെ ചില കോണുകളിൽ നിന്ന് വീണ്ടും ചിലപ്പം ഒരു കരുണയുടെ മുഖം അണിഞ്ഞുകൊണ്ട് വീണ്ടും അഭയാർത്ഥികളെ തങ്ങൾ സ്വീകരിക്കും, അഭയാർത്ഥികളുടെ എണ്ണം കൂട്ടണം എന്നൊക്കെ ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു അധിനിവേശത്തെ പിന്താങ്ങുന്നവർ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ ശ്രീ ജോസ് കുമ്പളവേലിൽ? അത് അധിനിവേശത്തെ പിന്താങ്ങുന്നു എന്നല്ല പറയുന്നത്, മനുഷ്യത്വത്തിന്റെ മുഖമാണത്. യൂറോപ്യൻ യൂണിയൻ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്, താലിബാനെ ഞങ്ങൾ അംഗീകരിക്കില്ല, പക്ഷേ അഭയാർത്ഥികളെ ഞങ്ങൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കും. അതിൻ്റെ നടപടികൾ മറ്റുള്ള രാജ്യങ്ങളും കൂടി ഏറ്റെടുക്കണമെന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയൻ, അവര് ജർമ്മൻകാരത്തിയാണ്, ആ ഒരു ചിന്താഗതി, അതായത് ഹിറ്റ്ലറുടെ കാലത്ത് ചാരമായി തീർന്ന ജർമ്മനി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റിട്ട് അവിടെ കാരുണ്യം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു ഇട വന്നത്. വിദേശികൾക്ക് കാരുണ്യപൂർവ്വം അവർക്കെല്ലാം കൊടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളും അനുഭവിച്ചോ ഞങ്ങളെ പോലെ. അപ്പോൾ ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നു. ജർമ്മനി ആകട്ടെ ഏറ്റവും അവസാനമായിട്ട് ചാൻസലറിന്റെ ഒരു 34 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കലിന് ഭരണത്തിൽ ഇനിയും ഉണ്ടാകാൻ. സെപ്റ്റംബർ 26 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ പ്രഖ്യാപിതമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു മനസ്സ് തന്നെ ഉണ്ട് എങ്കിൽ പോലും 10,000 ആൾക്കാരെ ജർമ്മനി ഈ കാലയളവിൽ സ്വീകരിക്കും എന്ന ഒരു നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അതേസമയം യുദ്ധകാല അടിസ്ഥാനത്തിൽ അല്പം 2-3 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് 20,000 പേരെ UK എടുക്കുമെന്ന് ബ്രിട്ടൻ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഈ 6 രാജ്യങ്ങൾ മാത്രമേ ഈ റെഫ്യൂജി വരവിനെ എതിർക്കുന്നുള്ളൂ. ഞാനത് ഒന്ന് സൂചിപ്പിച്ചു. ഓസ്ട്രിയ, അതുപോലെ ഡെൻമാർക്ക്, അതുപോലെ 6 രാജ്യങ്ങൾ മാത്രം. ബാക്കി യൂറോപ്യൻ യൂണിയൻ ബ്ലോക്കിലെ എല്ലാ രാജ്യങ്ങളും തന്നെ അവരുടേതായിട്ടുള്ള ഒരു ഭാഗം അല്ലെ ഇത്ര നമ്പേഴ്സിനെ എടുക്കാൻ ഇവര് സ്വീകാര്യത കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ അല്ലെങ്കിൽ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ കാരുണ്യത്തിന്റെ മുഖം ഇപ്പോഴും അല്ലെ സഹിഷ്ണുതയുടെ ആ ഒരു മനസ്സ് യൂറോപ്യൻ യൂണിയനോ യൂറോപ്യൻ ജനതയോ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത്. ശ്രീ എഡിസൺ, നേരത്തെ ഈ ചർച്ചയിൽ യൂറോപ്പ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധികളെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അഭയാർത്ഥി പ്രവാഹം തന്നെയാണ്. എങ്കിൽ പോലും യൂറോപ്പിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഒരു പ്രധാന കാരണം ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന്, ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിൻ്റെ വ്യതിചലനമാണോ ശ്രീ എഡിസൺ? ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രൈസ്തവ മൂല്യത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ആ സത്യാവസ്ഥ നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യവുമില്ല. ഇവിടെ സൂചിപ്പിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പലായനം ചെയ്യുക എന്ന് പറയുന്ന അഭയാർത്ഥി പലായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ചെന്നെത്തുന്നതിനെ പലായനം എന്ന് പറയുന്നത്. ഇത് വ്യക്തമായ അജണ്ടയുടെ പേരിലാവുമ്പോൾ ഇതിന് പലായനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം. ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നീങ്ങുന്ന ഈ നീക്കത്തെ ഒരിക്കലും നമ്മൾ പലായനമെന്ന് പറയരുത്. അവിടെയാണ് VC പറഞ്ഞ ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാണ്. ഇത് പലായനമല്ല, മറിച്ച് ഇത് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ട നമ്മൾ മനസ്സിലാക്കണം. നമ്മളെന്ന് പറഞ്ഞ വേറെ ഉണ്ട്. ഇന്ത്യ പറയുമ്പോൾ നമുക്കൊരു വ്യക്തമായ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞു, ഇന്ന ആൾക്കാരെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, അത് നമുക്ക് പറയാം. പക്ഷെ പാശ്ചാത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജോസാർ പറഞ്ഞതുപോലെ കൈനീട്ടി സ്വീകരിച്ച് എല്ലാം കരുണയുടെ മുഖം ഒരുപാട് കാണിച്ച് കൊടുത്തതിന്റെ ഒരു പ്രത്യാഘാതം ഇന്ന് അവിടെയുള്ള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മള് ഈ പാലൂട്ടുന്ന കൈക്ക് കയറി കൊത്തുക എന്ന് പറയുന്ന ഒരു ഇടപാടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഈ കൂടുതൽ സമയമൊന്നും വേണ്ട, തിരിച്ച് കുത്തൊന്നുള്ള യാതൊരു. ഇപ്പൊ 1 കൊല്ലം ശരിയായി എന്നുള്ള ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കുന്നത് 1 കൊല്ലത്തിനകത്താണ് ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് വന്നേക്കുന്നത്. ഇത് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. ഈ വ്യക്തമായ പ്ലാനിങ്ങിലാണ്. അതാണ് പറഞ്ഞത്, ഒരു ഗൾഫ് കൺട്രിയിലേക്കും അവരാരും എടുത്തിട്ടില്ല. പാകിസ്ഥാനിലേക്ക് ആർക്കും പോകേണ്ടതെല്ലാം എവിടെയാണ്? സമാധാനം എവിടെയുണ്ടോ ആ സമാധാനം ഉള്ളിടത്തേക്ക് ചെന്ന് അവിടെ അസമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എഡിസൺ സാർ പറഞ്ഞതിന്റെ ഉപോത്ബലകമായിട്ട് അവരെ എടുത്തു, ഖത്തർ എടുത്തു. ആരെയാ എടുത്തെന്ന് സാർ ഒന്ന് വ്യക്തമാക്കിക്കേ. അതായത് ഈ താലിബാന്റെ നേതാക്കളെയും അവർക്ക് അനുകൂലം പറയുന്ന ആൾക്കാരെയും അവിടെ പാർപ്പിച്ചിട്ട് താലിബാൻ ഇവിടെ ഇത് മുഴുവൻ കൈയടക്കിയപ്പോൾ അവരുടെ സൈനിക വിമാനത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ട് അവരെ തിരിച്ചയച്ചു, നിങ്ങൾ അവിടെ പൊക്കോ. അപ്പോൾ ഇതിന്റെ പിന്നിലെ അജണ്ട അല്ലേ? ശ്രീ ജോസ് ഒരു കാര്യം കൂടി നമുക്കറിയാം. ഈ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കി UAE 5000 പേർക്ക് അഭയം കൊടുക്കുന്നു എന്നൊക്കെ. പക്ഷേ അതിന്റെ പിന്നിലെ കാര്യം നമുക്കറിയാം. 2 ആഴ്ചത്തേക്കുള്ള താൽക്കാലിക അഭയം മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത്. അതല്ല, ഈ അഭയം കൊടുത്തു എന്ന് പറയുമ്പോൾ വേറെ ഇടണ്ട്. ജോസാർ പറഞ്ഞാൽ ആർക്കാണ് അഭയം കൊടുത്തേക്കുന്നത്? ഈ ചർച്ചകൾ നയിക്കുന്നതിന് വേണ്ടി ഖത്തർ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അവിടെ നടത്തിക്കണം. ആ നടത്തിക്കാൻ വേണ്ടിയുള്ള ചില അതാണ് അതിന് ശരി. ജർമ്മനിയുടെ പ്രതിനിധിയും അവിടെ പോയി സമാധാന ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു. 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. യെസ്, വ്യക്തമാണ്. ശ്രീ VC സെബാസ്റ്റ്യൻ, നേരത്തെ അങ്ങ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം. ശ്രീ VC സെബാസ്റ്റ്യൻ കേൾക്കാമോ? ഓക്കെ. നേരത്തെ അങ്ങ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, ഈ കേരളത്തെയും ഇന്ത്യയും സംബന്ധിച്ച് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം, നമുക്കറിയാം കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളുടെ വലിയൊരു പ്രവാഹം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ അഭയാർത്ഥി പ്രവാഹം കേരളത്തിന് നൽകുന്ന പാഠം എന്താണ് VC സെബാസ്റ്റ്യൻ? ജോജി, അത് നമ്മൾ 2 രീതിയിൽ അതിനെ വിലയിരുത്തണം. ഒന്ന്, ഇന്ത്യയുടെ നിലപാടുകൾ. 2, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. ഇന്ത്യയുടെ നിലപാടുകളെ കുറിച്ച് ആദ്യമേ ഞാൻ സൂചിപ്പിക്കാം.
വാസ്തവത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര അഭയാർത്ഥി ഉടമ്പടിയിൽ ഒപ്പിടാത്ത ഒരു രാജ്യമാണ്. ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല. 1951 ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര അഭയാർത്ഥി ഉടമ്പടി ഉണ്ടായത്. അതിനുശേഷം 1967 ഒരു പ്രോട്ടോകോൾ അതിന് രൂപീകരിച്ചു. ആ രണ്ടിലും ഇന്ത്യ അംഗത്വം എടുക്കാത്ത ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് അന്ന് പറയാനുണ്ടായിരുന്ന ന്യായം, പട്ടിണിയെ മാറ്റാൻ കഴിയാത്ത ഒരു രാജ്യം എങ്ങനെ അഭയാർത്ഥികളെ ഉൾക്കൊള്ളും എന്നാണ് ഇന്ത്യ ചോദിച്ചത്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ദക്ഷിണേഷ്യയിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള രാജ്യമാണ് ഇന്ന് ഇന്ത്യ. അത് ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഇന്ത്യ സ്വീകരിച്ചു, ബംഗ്ലാദേശിൽ നിന്നുള്ള ചാക്മ അഭയാർത്ഥികളെ ഇന്ത്യ സ്വീകരിച്ചു, ശ്രീലങ്കൻ തമിഴ് വംശരായിട്ടുള്ള അഭയാർത്ഥികളെ ഇന്ത്യ സ്വീകരിച്ചു, അഫ്ഗാനിൽ നിന്നുള്ള അഭയാർത്ഥികളെയും ഇന്ത്യ സ്വീകരിച്ചതായിട്ടുള്ള ചരിത്രമുണ്ട്. ഇങ്ങനെ മനുഷ്യത്വം, കരുണ എന്നുള്ള ആ ഒരു ലേബലിൽ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇനി കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. ജോജി ചോദിച്ചതുപോലെ ഈ കുടിയേറ്റ തൊഴിലാളികൾ കേരളത്തിൽ എന്നാ ജോജി അതിഥി തൊഴിലാളികളായത്? നമ്മൾ കാണേണ്ട കാര്യമാണ്. ഒരു കാലഘട്ടം വരെ അത് കുടിയേറ്റ തൊഴിലാളികൾ തന്നെയായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ പിൻഗാമികളും മുൻഗാമികളും ഒക്കെ ചേർന്ന് നടത്തിയ രാഷ്ട്രീയ നാടകം മാത്രമല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശം കൂടി വന്നപ്പോഴാണ് ഈ കുടിയേറ്റ തൊഴിലാളികൾ കേരളത്തിൽ മാത്രം അതിഥി തൊഴിലാളികളായിട്ട് മാറിയത്. ആരാണ് ഈ കുടിയേറ്റ തൊഴിലാളികൾ എന്നുള്ളത് കൂടെ നമ്മൾ അറിയണം. അത് വരുന്ന രാജ്യം ഇവിടെ നിന്നുള്ള, ഏത് രാജ്യത്തു നിന്നുള്ളവരാണ്? നമ്മൾ ബംഗാളിൽ നിന്നുള്ളവരാണെന്നാണ് പറഞ്ഞു പറ്റിക്കുന്നത്. വാസ്തവത്തിൽ രോഹിംഗ്യൻ ആൾക്കാരാണ്, ആ വംശജരാണ്. അവിടെ ബംഗ്ലാദേശിൽ പലായനം ചെയ്ത് വന്നിരുന്നവരെ ഇന്ത്യയിലേക്ക് കുടിയേറിയിരിക്കുന്നത് എന്നുള്ള സത്യം, കേരളത്തിലേക്കൊക്കെ കടന്നു വന്നിരിക്കുന്ന സത്യം നമ്മൾ എന്തിനാ തിരസ്കരിക്കുന്നത്? അതല്ലേ യാഥാർത്ഥ്യം? അത് ഒരു വശം. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, കേരളം ഭീകര പ്രസ്ഥാനങ്ങളുടെ താവളമായിട്ട് മാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത് ഞാനോ ഷെക്കിന TV ഒന്നുമല്ല. ആദ്യം ചൂണ്ടിക്കാണിച്ചത് UN ആണ് കാണിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെയും ആളുകളുടെയും IS ഭീകരവാദിത്വവുമായിട്ട് ബന്ധമുള്ളവർക്ക് ലിസ്റ്റ് സഹിതം UN കഴിഞ്ഞ ജൂലൈ മാസം പുറപ്പെടുവിച്ച രേഖയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോട്ടെ, കേന്ദ്ര ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും വളരെ വ്യക്തമായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന DGPമാരൊക്കെ, ബെഹ്റയുണ്ട്, അതിനു മുമ്പ് സെൻകുമാറുണ്ട്, അതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ, ഇവരൊക്കെ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അധികാരം വിറ്റൊഴിയാൻ വേണ്ടി പോകുന്നതിന്റെ തലേദിവസം നടത്തുന്ന പത്രസമ്മേളനമാണ് ഏറ്റവും രസകരമായത്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ബെഹ്റ മാറുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? കേരളത്തിൽ ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇഷ്ടം പോലെയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അധികാര കേന്ദ്രങ്ങൾക്ക് മാറിയുള്ളതാണ് കേരളത്തിന്റെ ഭീകര പ്രസ്ഥാനങ്ങളുടെ അടിവേരുകൾ കേരളത്തിലാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ അക്കമിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. 1990കളിൽ വടക്കൻ കേരളത്തിലെ തിയേറ്ററുകളിൽ സിഗരറ്റ് ബോംബുകൾ കണ്ടെത്തി. അതിന്റെ അന്വേഷണം അന്ന് മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. 1996 പലർക്കും അറിയാം, കടലുണ്ടി പാലത്തിന്റെ അടിയില് പൈപ്പ് ബോംബ് വെച്ചു. അന്വേഷണം എവിടം വരെ എത്തി? 1997 സംസ്ഥാനത്തിന്റെ വിവിധ ഘടകങ്ങളിൽ നടന്ന സമാനതകളുള്ള കൊലപാതകങ്ങളെയെല്ലാം നമ്മൾ നിസ്സാരവൽക്കരിക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2010 വരെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നടത്തിയുള്ള സ്ഫോടന പരമ്പരകൾ തന്നെ ഏത് അന്വേഷണം എവിടെ എത്തിച്ചേർന്നു? കോയമ്പത്തൂർ സ്ഫോടനം, മാറാട് കലാപം, വാഗൺ പരിശീലനം, കളമശ്ശേരി ബസ് കത്തിക്കൽ, അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും ഉള്ളത് അവസാനം കണ്ടെത്തി ഭീകര പ്രസ്ഥാനങ്ങളുടെ സ്വാധീനമാണെന്ന് കണ്ടെത്തിയത് എപ്പോഴാണെന്ന് അറിയാമോ? കാശ്മീരിൽ 4 പേര് വെടിയേറ്റ്, 4 ഭീകരന്മാര് വെടിയേറ്റ് മരിക്കപ്പെട്ടപ്പോഴ് അവര് 2 പേര് കേരളത്തിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ്. ജോജി, എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെതായ ഒരു പോസ്റ്റിങ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല, കണ്ടു.
അങ്ങ് താലിബാനിലെ യുദ്ധമേഖലയിലെ സംസാരിക്കൂ എന്ന് പറയുന്ന മലയാള ഭാഷ സംസാരിക്കുന്നു. എവിടെ പോയി നിൽക്കുന്നു നമ്മുടെ അവസ്ഥ? ആ വീഡിയോ വൈറലായിരുന്നു. കേരളത്തിലുള്ള സ്ത്രീകള്, കേരളത്തിലുള്ള പെൺകുട്ടികൾ കാണാതെ പോകുന്നു. എവിടെ പോകുന്നു ഇവര്? അവസാനം പലരെയും കണ്ടെത്തി അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, ഇതിനെല്ലാം പ്രോത്സാഹനം നൽകുന്ന ഒരു മേഖലയായിട്ട്, താവളമായിട്ട് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് അധപ്പതിക്കുകയും മാറുകയും ചെയ്തിട്ടില്ലേ? കെ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു കാബൂളാണ്, അതിനു മുമ്പുള്ള കാശ്മീരാണ്. കാശ്മീരിലെല്ലാം അടിച്ചമർത്തി. അവിടെ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകൾ വന്നു. കാബൂളിൽ ഇതാ ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നു. അതിനുശേഷം വരാൻ പോകുന്നത് കേരളം എന്ന് പറയുന്ന കെയിലേക്കാണ്. ഈ തീരദേശത്തുള്ള ഈ സംസ്ഥാനം അത് അതിൻ്റെതായ രീതിയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, തിരിച്ചറിയാതെ ഇരുന്നിട്ട് കാര്യമില്ല. തൊട്ടടുത്ത ശ്രീലങ്കയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ തെളിവുകൾ സംബന്ധിച്ച് എങ്ങോട്ടാണ് ആൾക്കാർ കടന്നു വന്നത്? അവസാനം കേരളത്തിലേക്കല്ലേ? വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഇതിന്റെ എല്ലാം താവളമായിട്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം മാറുന്ന കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ, സ്റ്റുഡൻസ് ഈ വർഷം PhD വേണ്ടിയും PG കോഴ്സിന് വേണ്ടിയും അപ്ലൈ ചെയ്തിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റില് 90% ആൾക്കാരും വന്നിരിക്കുന്നത് സിറിയ, ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എന്താണ് അതിന്റെ ലക്ഷ്യം? നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ മേഖല, ആ മേഖലയിൽ ഇവരുടെ സ്വാധീന വലയത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ നോക്കൂ. ഇതിന് ഉതകുന്ന, ഇതിന് കണ്ടെത്തുവാൻ സാധിക്കുന്ന നല്ല ഒരു സംവിധാനത്തിന്റെ അഭാവം മാത്രമല്ല, ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും നടത്തുന്ന മൗനം, അതാണ് നമ്മളെ ഏറ്റവും വലിയ ദൂഷ്യമായി മാറിയിരിക്കുന്നത്. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഈ ഭീകരവാദത്തിന്റെയും മാറിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസ് കുമ്പളവേലിൽ, VC സെബാസ്റ്റ്യൻ കേരളത്തിലെ ഒരു സാഹചര്യമാണ്, അതിൻ്റെ ആശങ്കകളാണ്, പ്രസക്തമായ കാര്യങ്ങളാണ് പങ്കുവച്ചത്. യൂറോപ്പിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ അവിടെ കയറി വന്ന ഈ അഭയാർത്ഥികൾ എത്രമാത്രമാണ് അവരുടെ രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലും സ്വാധീനം ചെലുത്തുന്നത്? ശ്രീ ജോസ് കുമ്പളവേലിൽ. ഇതിപ്പം യൂറോപ്പിലെ കണക്കെടുത്താൽ യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു കയറിയ അല്ലെങ്കിൽ വന്നൊഴുകിയിട്ടുള്ള അഭയാർത്ഥികളിൽ ജർമ്മനിയാണ് ഈ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്. 1,81,000 അഫ്ഗാനികൾ തന്നെ ജർമ്മനിയിലുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. പിന്നീട് മറ്റുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഫ്രാൻസിൽ 45,000 പേരുണ്ട്, ഗ്രീസിൽ 41,000 പേരുണ്ട്, സ്വീഡൻ 31, സ്വിറ്റ്സർലൻഡ് 15, അങ്ങനെ ഇറ്റലി 13,000. ഏറ്റവും ഒടുവിൽ ബെൽജിയത്ത് വന്നാൽ 9,000-ഓളം പേരുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അഭയാർത്ഥികളുടെ എണ്ണത്തിൽ ജർമ്മനി മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. ഇനിയും തയ്യാറാണ്. അതിനൊന്നും നമ്മൾ എതിരല്ല നിൽക്കുന്നത്, എതിരല്ല പറയുന്നതും. പക്ഷേ ഇതിനകത്തെ ദുരുദ്ദേശം സർക്കാരായാലും ജനങ്ങളായാലും കണ്ടറിയണം, കണ്ടെത്തണം. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഹോർസ്റ്റ് സീഹോഫർ കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. ഇവിടുത്തെ കുറ്റകൃത്യങ്ങളെ പറ്റി, ഇവിടുത്തെ മോഷണങ്ങളെ പറ്റി, ഇവിടുത്തെ സ്ത്രീ പരാക്രമങ്ങളെ പറ്റി, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ മൊത്തത്തിൽ. കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് 15% താഴെ, കൃത്യമായി പറഞ്ഞ 13.something ആയിരുന്നു. അത് നിലവിൽ 26.7 എങ്ങാണ്ടായി ഉയർന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ കുടിയേറിയ അഭയാർത്ഥികളാണെന്ന് മന്ത്രി പറഞ്ഞത്. അതിൻ്റെ തക്കതായ കാരണങ്ങളും
നിരത്തിക്കൊണ്ടാണ്. ശ്രീ ജോസ് കുമ്പളൂർ, ഒരു കാര്യം നമുക്കറിയാം, ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഈ ചർച്ചയിൽ ഒരു പങ്കുവെച്ച ഒരു ആശയം, ഈ അഭയാർത്ഥികളുടെ ലക്ഷ്യം ഒരു അധിനിവേശമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക അധിനിവേശനമാണ്. അതിനുവേണ്ട അടുത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മേഖലയിലേക്കുള്ള ഒരു സ്വാധീനമാണ്. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ അഭയാർത്ഥികളുടെ ഒരു രാഷ്ട്രീയമായ ഒരു സ്വാധീനം എത്രമാത്രമാണ്? ജർമ്മനിയെ സംബന്ധിച്ച് തുർക്കിയിൽ നിന്നുള്ള ജനസംഖ്യയാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10 മടങ്ങ് വർദ്ധിച്ച്, 2 ഇരട്ടി, 10 മടങ്ങില്ല 2 ഇരട്ടി വർദ്ധിച്ചതായിട്ട് ഏതാണ്ട് 55 ലക്ഷം ആൾക്കാർ തുർക്കി വംശജർ ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ സമാധാന പ്രിയരാണ്. ഇവരൊക്കെ തന്നെ ആദ്യ കുടിയേറ്റക്കാരെ അപേക്ഷിച്ച് ഇവരുടെ സെക്കൻഡ് ജനറേഷൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ ജർമ്മനിയുടെ കൾച്ചർ, ജർമ്മനിയുടെ സംസ്കാരം ഇഴുകിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അവരിൽ നിന്ന് ജർമ്മനിയുടെ ദേശീയ രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്നതും ഗ്രീൻ പാർട്ടിയുടെ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികളുടെ ആ പാർട്ടി, അതായത് ഇവിടെ ഗിരൂൺ എന്ന് പറയും, ഗ്രീൻ പാർട്ടിയുടെ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമുണ്ട്. ഇവരൊക്കെ തന്നെ സമാധാന പ്രിയരാണ്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയിട്ടുള്ള സിറിയ ആയാലും ഇറാഖ് ആയാലും അതുപോലെ ഇറാൻ ആയാലും അഫ്ഗാൻ ആയാലും ഇനിയും ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ ആയാലും ഇവിടെ വന്നിട്ടുള്ളവരൊന്നും തന്നെ രാഷ്ട്രീയ മേഖലയിലേക്ക് അവർ ചായുന്നില്ല. ഇവരൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ പറഞ്ഞ രീതിയിലല്ലാതെ വ്യതിചലിച്ച് അവരുടെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക. നമ്മൾ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു ആശങ്കാജനകമായ റിപ്പോർട്ടാണ്, പ്രത്യേകിച്ച് ഈ കുടിയേറി അഭയാർത്ഥികളായിട്ട് വരുന്ന ഇസ്ലാം മതസ്ഥർ. അവർ ഒരു തെരുവിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അവരൊരു ഭൂരിപക്ഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ മേഖലകളിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് തെരുവിൽ പ്രകടനം നടത്തുന്ന വാർത്തകൾ നാം കേൾക്കാറുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? ഉണ്ട്, അത് പറഞ്ഞ സത്യമാണ്. ബെർലിനിലായാലും അതുപോലെ ഡോട്ട്മുണ്ടിലായാലും അതുപോലെ ജർമ്മനിയുടെ മറ്റ് പല ഭാഗങ്ങളിലായാലും ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ജർമ്മൻ സർക്കാരിൻ്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടായി. ഇവരുടെ വിവാഹമായാലും അതുപോലെ മറ്റ്, അതായത് ശരീഅത്തിന്റെ നിയമങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല, കാരണം അത് നമ്മുടെ വിഷയമല്ല. എങ്കിൽ പോലും അവരുടെ ആ ആശയങ്ങൾ, അവരുടെ ലഘുലേഖകൾ അതൊക്കെ തന്നെ തെരുവിൽ കൊടുക്കുന്നതും അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതും അതിനെതിരെ അവരെ തുറുങ്കിൽ അടച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം അത് വിരൽ ചൂണ്ടുന്നത് ഈ കുടിയേറ്റക്കാരിൽ എല്ലാവരും എന്ന് നമ്മൾ പറയുന്നില്ല, നല്ല 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 പഠിപ്പുള്ളവരും മനുഷ്യനായിട്ട് കാണുന്നവരും സഹാനുഭൂതിയുള്ളവരും കാരുണ്യമായിട്ട് മറ്റുള്ളവരോട് അവരുടെ ഭാഷയിൽ തന്നെ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കാൻ വന്ന എന്നുള്ള മനസ്സോടുകൂടി ഉള്ളവരും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അതിൽ കുറച്ചൊരു ഭാഗം, അത് എത്ര ശതമാനം എന്ന് നമ്മൾ ഇന്ന് പറഞ്ഞാൽ നാളെ അത് ചിലപ്പോൾ കൂടിപ്പോകും, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ശതമാനം എപ്പോഴും അവരുടെ ആശയങ്ങൾ, മതമായാലും അവരുടെ രാഷ്ട്രീയം ഇവിടെ വില പോയിട്ടില്ല. പക്ഷേ മതത്തിൻ്റെ പേരിൽ അവരത് പ്രചരിപ്പിക്കാൻ ആവുന്നത്ര അത് ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ബെർലിൻ സിറ്റിയിലെ നമ്മുടെ ഞാൻ എതിരല്ല പറയുന്ന വാങ്ക് വിളിക്കുന്ന ആ ഒരു സമ്പ്രദായം അവിടെ നിർത്തലാക്കിയിരുന്നു. അതിന് കോടതി ഇടപെട്ട് അത് ബാങ്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊരു ആഹ്ലാദ പ്രകടനം നടത്തിയതിൻ്റെ ഒരു വീഡിയോ, ഒന്നല്ല പല വീഡിയോകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് ആഹ്ലാദം എന്ന് പോലും നമ്മൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യം അത് വിളിക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ അത് അമിതമായിട്ട് ഉപയോഗിച്ചു ആ ഒരു ആഹ്ലാദം. അപ്പൊ അതിൽ തന്നെ അവരുടെ നിലപാടുകളാണ് അതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇവരുടെ ആശയങ്ങൾ ഏത് രാജ്യത്ത് വന്നാലും അത് മാറില്ല. അത് അവിടെ വേരുറപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തായ്തണ്ട് ഏറ്റവും അടിയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഇവർ ഉപയോഗിക്കൂ എന്നുള്ളത് അത് അജണ്ടയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അതിന് മുന്നോട്ടുള്ള പാതയിൽ ഇവർക്കുള്ള ഒരു അധിനിവേശം കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് തന്നെ നമുക്ക് ഈ അവസരത്തിൽ വിശേഷിപ്പിക്കാം. ശ്രീ എഡിസൺ,
നമ്മൾ ചർച്ചയിൽ നമ്മുടെ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ അഭയാർത്ഥികൾക്കിടയിൽ തീവ്രവാദികളുണ്ട്. പക്ഷേ നാം മറന്നു പോകരുതാത്ത ഒരു കാര്യം, ഇറാഖിൽ ന്യൂനപക്ഷങ്ങളായ യസീദികൾ, ക്രിസ്ത്യാനികൾ, അഫ്ഗാനിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾ, ഹിന്ദു സമൂഹം, സിഖ് സമൂഹം, ശരിക്കും അഭയം കൊടുക്കേണ്ടവർക്ക് അഭയം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നാം ഒഴിവാക്കേണ്ടതല്ലേ? എങ്ങനെയാണ് നമുക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിക്കുക? അഭയം കൊടുക്കേണ്ടവർക്ക് കൃത്യമായി മറ്റ് രാജ്യങ്ങൾ അഭയം കൊടുക്കുവാനുള്ള ഒരു സംവിധാനങ്ങൾ നമുക്ക് എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക? ശ്രീ എഡിസൺ. ഞാൻ ചർച്ചയിൽ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യാവകാശ ധ്വംസനം ഒരു കാരണവശാലും ശരി നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാര്യം അല്ല. അത് വളരെ അടിവരയിട്ട് ഞാൻ പറയുകയാണ്, അത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ വരുന്ന അഭയാർത്ഥികളായി വരുന്ന ആൾക്കാർക്ക് ഒരു കൺട്രോള് എവിടെയെങ്കിലും ഒക്കെ വേണം. അതാത് രാജ്യങ്ങൾ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇവര് നമുക്കറിയാമല്ലോ, ഒരു വിത്ത് പാകുക എന്നുള്ളതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പലരുടെയും ഉദ്ദേശം. വിത്ത് പാകി കഴിഞ്ഞാൽ എന്താണെന്നറിയാം, അത് കിളിക്കും, പിന്നെ മുളയ്ക്കും, കിളിക്കും, അത് വളർന്ന് പന്തലിക്കും. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വിത്ത് ഇട്ട് അത് മുളച്ചു വന്ന് അതിന്റെ കായ്ഫലമായി വരുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. 95% ആൾക്കാർ നിഷ്കളങ്കരായിരിക്കാം, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ നിഷ്കളങ്കതയുടെ മറവിൽ നടക്കുന്ന ബാക്കിയുള്ള ഒരു ന്യൂനപക്ഷ ശതമാനം, അത് 5-10% ആൾക്കാർ ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്തിൽ കളിക്കുകയാണ്. ഈ കളിക്കുന്ന കളി അവർ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ജോസാർ അവിടെ പറഞ്ഞത്, ഏതാ പങ്കുവിളിക്കാൻ കിട്ടിയ അവസരം അവർ ആഘോഷമാക്കി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ജാതിയും ചോദിക്കുന്നുള്ളൂ, എവിടെയെങ്കിലും പോയി അവരുടെ ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കാനായിട്ട് വേണ്ട ഒരു കുർബാന ചെല്ലാനായിട്ട് പറ്റുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്ന വളരെ നല്ലതാണ്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും വർത്തമാനം പറയുന്ന ആൾക്കാർ അത് എല്ലാം നിഷേധിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിഷേധിക്കുക എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നിഷേധിക്കുക എന്നുള്ളത്, അവരുടെ എല്ലാം നടക്കണം, ഞങ്ങൾ ബാക്കിയെല്ലാം നിഷേധിക്കുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമല്ല അവരുടെ ദൃഷ്ടിയിൽ. ഇതിനെയാണ് നമ്മൾ എതിർക്കപ്പെടേണ്ട ഒരു കാര്യം. നമ്മള് അവർക്ക് അഭയം കൊടുക്കേണ്ടെന്നോ അഭയാർത്ഥികളെ അതിൻ്റെതായ കാര്യത്തിൽ കാണുന്ന പലായനം ചെയ്തു വരുന്ന ആൾക്കാരെ സ്വീകരിക്കേണ്ടെന്നോ ഒന്നുമല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതിനെ ഒരു നിയതമായ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ വേറെ കയറിയിട്ടുണ്ട്. വളരെ ശാന്തവുമായി സമാധാനമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പൊ അശാന്തി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അശാന്തി പടർത്തുക എന്ന മേഖല ഇത്രയും വന്നപ്പോൾ ഇനി ചെയ്യാവുന്ന ഒരു മാർഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവര് പ്രത്യേകമായിട്ട് ഇവരെ പഠിക്കണം. പഠിച്ച് അത് കൃത്യമായിട്ട് അതിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതാത് രാജ്യം തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, ഇവിടെ ഒരു ബോംബ് തന്നെ പൊട്ടും. ആ ബോംബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ബോംബ് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ലിറ്ററലി ആ ബോംബല്ല ഉദ്ദേശിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ അത് വലിയ പ്രശ്നമായിട്ട് തന്നെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് ഇവിടെ തന്നെ അറിയാമല്ലോ, ഒരു രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം യുദ്ധം ചെയ്താൽ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ രാജ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അതിനെ ഓവർകം ചെയ്യാൻ. ഇത് തന്നെ നമുക്കറിയാമല്ലോ, കാശ്മീരിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പലായനം ചെയ്ത് പോകുന്ന ആൾക്കാരിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, കഷ്ടത അനുഭവിക്കുന്ന ജനതയുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ നല്ലതുപോലെ കാണാതിരിക്കരുത് എന്നുള്ളത് ഞാൻ എടുത്ത് അടിവരയിട്ട് പറയുന്നതോടൊപ്പം ഇതിനകത്ത് കടന്നുകൂടുന്ന അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ഭീകര പ്രവർത്തനത്തിന് വേണ്ടി നുഴഞ്ഞു കയറുന്നത് നമ്മൾ കണ്ടെത്തിയേ മതിയാവൂ. അതിന് എന്തെങ്കിലും അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലേക്കുള്ള ഭീകരവാദത്തിന്റെ അധിനിവേശത്തെ തടയിടുവാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശ്രീ വി.സി. സെബാസ്റ്റ്യൻ. അതിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, ഇൻ ദ എക്കണോമിക് നെർവ് ഓഫ് ടെററിസം, തീവ്രവാദത്തിന്റെ സാമ്പത്തിക നാഡി അത് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്കത് ഇവിടെ വളരെ വ്യക്തമാണ്. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്തിലൂടെയൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങള്, ഈ മയക്കുമരുന്നുകള് പ്രധാനമായിട്ടും ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് കൂടെ നമ്മൾ അന്വേഷിച്ചറിയണം. അത് ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ
അത് വജ്രത്തിന്റെയും സ്വർണത്തിന്റെയുമായ ഖനനമാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വരുന്നത്. ഇങ്ങനെയുള്ള സാമ്പത്തിക സ്രോതസ്സുകള് ബ്ലോക്ക് ചെയ്യാവുന്ന നിയമങ്ങൾ ഒന്നാമത് നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഇവിടങ്ങളിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക, അതിന് ആരുമായിട്ടും ചേരുക എന്നുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ഇന്നിവിടെ സമസ്ത മേഖലയിലും ഇതിന്റെ സ്വാധീന വലയങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അധികം കാലം കേരളത്തിന് കാബൂളിൽ നിന്നും കാശ്മീരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക എന്നെ പോലെയുള്ളവർക്കുണ്ട്. എന്ത് കാര്യത്തിനും വേണ്ടി ഒച്ചപ്പാട് വെക്കുന്ന സാംസ്കാരിക നായകന്മാർ എവിടെ പോയി ഇപ്പോൾ? ഈന്തപ്പഴത്തിന്റെയും വിമാന ടിക്കറ്റും ഒക്കെ ആയിട്ട്, ഈന്തപ്പഴവും വിമാന ടിക്കറ്റും ഒക്കെ ആയിട്ട് അവരൊക്കെ പാലായനം ചെയ്തു പോയോ? എന്തിനു വേരെയും അഭിപ്രായങ്ങൾ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവര് ഈ താലിബാന്റെയും പ്രശ്നത്തിന് മുമ്പില് എന്താണ് നിശബ്ദ സേവനം നടത്തുന്നത്? അതിന്റെ അർത്ഥം സമസ്ത മേഖലകളിലേക്ക് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആഗോള ഭീകരതയുടെ അജണ്ടകൾ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ആഭ്യന്തര ഭീകരതയ്ക്കെതിരാണ് പലപ്പോഴും നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്നവരാരാണ്? നല്ലൊരു ശതമാനവും ആ രാജ്യാന്തര ഭീകര പ്രസ്ഥാനങ്ങളെ ഊട്ടി വാലോലിച്ച് നിൽക്കുന്നവരാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരാതെ, നിയമങ്ങളായിട്ട് നിലനിർത്തിക്കൊണ്ട് പ്രതികരിക്കാതെ, നടപടികൾ എടുക്കാതെ ഭീകര പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി കേരളത്തിന്റെ മണ്ണിലും ഭാരതത്തിന്റെ മണ്ണിലും ഒരിക്കലും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ സംഭവിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ, അതേ തുടർന്നുണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹം, അതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളാണ് ഈ ചർച്ച പങ്കുവച്ചത്. അഭയാർത്ഥികൾക്കിടയിലെ തീവ്രവാദികളെ നാം തിരിച്ചറിയണം. അതോടൊപ്പം മാനുഷിക സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക തന്നെ ചെയ്യണം. അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളും ഈ ചർച്ച പങ്കുവച്ചു. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ VC സെബാസ്റ്റ്യൻ, ശ്രീ എഡിസൺ, ശ്രീ ജോസ് കുമ്പളവേലിൽ 3 പേർക്കും നന്ദി.